തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് കോഴിക്കോട് കോൺഗ്രസിൽ തമ്മിലടി തുടരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ പാളയം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയമാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. 73 വോട്ടുകൾക്കാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. കോഴിക്കോട് കോർപ്പറേഷനിലെ പാളയം വാർഡ് എളുപ്പത്തിൽ ജയിക്കാമെന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടിയത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കമുള്ള തർക്കങ്ങളും പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കളുടെ സ്വരച്ചേർച്ചയില്ലായ്മയും UDF സ്ഥാനാർത്ഥി അൻവറ തെക്കോത്തിന് തിരിച്ചടിയായി എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതി. ഇത് ശരിവെക്കുന്ന വാട്സാപ്പ് ഓഡിയോ സന്ദേശങ്ങളാണ് പുറത്തുവന്നത്. പുതിയറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ തല്ലിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നതടക്കമുള്ള സന്ദേശങ്ങളാണ് പുറത്തുവന്നത്. ഏതെങ്കിലും 4 ചേടകൾ പറയണ കേട്ടിട്ട് പുതിയാറ മണ്ഡലം പ്രസിഡന്റിനെ തല്ലാനൊക്കെ ഇങ്ങോട്ട് പോന്നിക്കണമെങ്കിൽ പ്രസിഡന്റിന്റെ അടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ തൊടണം എന്നുണ്ടെങ്കിൽ കുറെ എണ്ണത്തിനെ തല്ലി തോപ്പിക്കേണ്ടി വരും. അതിന് താക്കത്തിൻ്റെ മാത്രം കാക്കന്റെ മോനെ ഇറങ്ങിയാൽ മതി. ജനങ്ങൾക്കിടയിലേക്ക് പോകാതെ സമൂഹ മാധ്യമങ്ങളിൽ മാത്രം പ്രചരണം നടത്തിയാൽ ഇതാവും ഗതിയെന്നും പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഇൻസ്റ്റയിൽ കുറെ വീഡിയോ ഇട്ട് വീട്ടിൽ നിന്ന് പോസ്റ്റ് കയർമല ഒട്ടിക്കുന്ന ഫോട്ടോ ഗ്രൂപ്പിലിട്ടാലൊന്നും അത് പെട്ടിയിൽ വോട്ടായി പോകൂല. അതിൻ്റെതായ ലെവലിൽ പണിയെടുക്കണോ? വോട്ടർമാരെ കാണേണ്ട രീതിയിൽ പോയി കണ്ട് സംസാരിച്ച് നമ്മുടെ പാളയത്തിൻ്റെ പ്രശ്നങ്ങളടക്കം പറഞ്ഞിട്ട് വോട്ട് കുഞ്ചിയിലാക്കാനുള്ളൊരു കഴിവ് വേണം. അതിന് വെള്ളി ഇട്ടിട്ട് സ്ഥിരം ചുളിയാതെ നടന്നാലേ നാട്ടുകാർ കണ്ടറിഞ്ഞിട്ട് ഇങ്ങോട്ട് വോട്ട് ചെയ്യൊന്നുമില്ല. 1273 വോട്ടുകൾ നേടി LDFന്റെ അഡ്വക്കേറ്റ് സാറ ജാഫറാണ് ഈ വാർഡിൽ വിജയിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.